ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അനസദുൽ സാർ. എല്ലാവർക്കും സ്വാഗതം. യെസ്, സിലബസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലസ് ടു സിലബസ് നിങ്ങൾ ടോപ്പിക്സുകൾ പഠിക്കുന്നുണ്ട് അല്ലേ? ആ ടോപ്പിക്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്ലസ് ടു സിലബസ് വരുന്ന ഉദ്ദേശം എന്താ? നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കുക. അപ്പോൾ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസുകളും സോൾവ് ചെയ്യാൻ പറ്റിയിരിക്കും. അല്ല, നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ കോൺസെപ്റ്റ് വെച്ചിട്ട് വേറെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ സെക്കൻഡ് ഇയറിൽ പഠിക്കണം, സെക്കൻഡ് ഇയർ CS ഈ പറഞ്ഞ ക്രിസ്മസ് എക്സാമിന് പഠിക്കണം എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സിൽ എന്തൊക്കെ ടോപ്പിക്സുകളാണ് നിങ്ങൾ കടന്നു പോകേണ്ടത്. അപ്പൊ നിങ്ങളിത് ഞാനൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ PDF ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്സുകൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചിട്ടില്ല എങ്കിൽ അത് പഠിക്കാനുള്ള സമയം കൂടിയാണ് ഈ ഒരു ടൈം. ഓക്കെ, അതല്ല ക്വസ്റ്റ്യൻസ് മാത്രം സോൾവ് ചെയ്യേണ്ട, ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നിങ്ങൾ പഠിക്കാൻ നിൽക്കേണ്ട, ടോപ്പിക്ക് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് വരിക. ഓക്കെ, ഇവിടെ നോക്കാം. ആദ്യമായിട്ട് ഇവിടെ സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ പഠിച്ചിരിക്കുക. അതിന്റെ വിത്ത് എക്സാം, സൂട്ടബിൾ എക്സാം, അതിന്റെ സെന്റാക്സ് ആദ്യം പഠിക്കും. സ്ട്രക്ചർ ഡെഫിനിഷൻ, സ്ട്രക്ചർ ടാഗ്, വേരിയബിൾ നെയിം, സ്ട്രക്ചർ വേരിയബിൾ ഡേറ്റ ടൈപ്പ് വേരിയബിൾ നെയിം 1, ഡേറ്റ ടൈപ്പ് വേരിയബിൾ 2, അങ്ങനെ എക്സെട്ര കർലി ബ്രേസ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ. ആ സിന്റാക്സ് ഒരു എക്സാമ്പിൾസ് അദ്ദേഹം പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ആക്സസിങ് എലമെന്റ്സ് ഓഫ് സ്ട്രക്ചർ അത് പഠിച്ചിരിക്കുക. പ്രോഗ്രാംസ്, C++ പ്രോഗ്രാംസ്, അത് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകളുണ്ട്. നെസ്റ്റഡ് സ്ട്രക്ചർ ഉണ്ട്, അറേ സ്ട്രക്ചർ ഡിഫറൻസ് ഉണ്ട്, പോയിന്റർ ഡെഫിനിഷൻ, സിന്റാക്സ്, പിന്നെ ആൻഡ് അതായത് നമ്മുടെ ഇപ്പം അഡ്രസ് ഓഫ് ഓപ്പറേറ്ററും സ്റ്റാർ റിലേഷൻസ് ഉണ്ട്. അതിന്റെ എക്സാമ്പിൾസ് ആയതുകൊണ്ട് കുറെ കോഡ് സെഗ്മെന്റുകളൊക്കെ ഉണ്ട്, ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അത് ചോദിക്കും. നെക്സ്റ്റ് പോയിന്റർ അരിത്തമെറ്റിക്, അഡിഷൻ ഓപ്പറേറ്റർ ഉണ്ട് അല്ലേ, അത് പഠിച്ചിരിക്കുക. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഉപയോഗിക്കുന്ന ന്യൂ ഡിലീറ്റ് ഓപ്പറേറ്റർ പഠിക്കുക, അതിന്റെ യൂസ് പഠിച്ചിരിക്കുക, എക്സാമ്പിൾ പഠിച്ചിരിക്കുക. നെക്സ്റ്റ് പോയിന്റർ അറേ റിലേഷൻഷിപ്പ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ, പോയിന്റർ സ്ട്രിംഗ് റിലേഷൻഷിപ്പ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ, അറേ ഓഫ് സ്ട്രിംഗ്സ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. നെക്സ്റ്റ് പോയിന്റർ സ്ട്രക്ചർ റിലേഷൻഷിപ്പ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് സെൽഫ് റെഫറിംഗ് സ്ട്രക്ചർ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. കേട്ടോ, ഞാൻ എക്സാമ്പിൾ എന്ന് പറയാൻ ചുമ്മാ തമാശയ്ക്ക് പറയുകയല്ല, എക്സാമ്പിൾ പഠിച്ചിരിക്കണം. കാരണം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാമ്പിൾ ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറവാണ്. സാറ് മാരത്തോൺ ലൈസിലൊക്കെ പറയാൻ പോകുന്നുണ്ട്. കാരണം അപ്പം ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ എക്സാമ്പിളിനോട് കൂടി തന്നെ കോൺസെപ്റ്റ് പഠിച്ചിരിക്കുക. അല്ല ചുമ്മാതെ സ്ട്രക്ചർ ഈസ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡേറ്റ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യുന്നതാണെന്ന് മാത്രം പഠിക്കാതെ അതിന്റെ സിന്റാക്സ്, എക്സാമ്പിൾ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ അതുകൊണ്ട് യൂസ് ഉള്ളൂ. നെക്സ്റ്റ് അടുത്ത് പറയുന്നതാണ് കോൺസെപ്റ്റ് ഓഫ് ഊപ്പ്. കോൺസെപ്റ്റ് ഓഫ് ഊപ്പ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിംഗ് പാരാഡൈം, പ്രോഗ്രാം പാരാഡൈം, പ്രൊസീജിയർ ഉണ്ട്, പ്രോഗ്രാം പാരാഡൈം ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, പ്രോഗ്രാം പാരാഡൈം ഉണ്ട്. അതിൽ പ്രൊസീജിയർ ഉണ്ട്, പ്രോഗ്രാം പാരാഡൈമിന്റെ ഡീമെറിറ്റ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് ഒബ്ജക്റ്റ് ഓറിന്റെ പ്രോഗ്രാമിംഗ്, അതിന്റെ ഫീച്ചേഴ്സ് വളരെ, അഥവാ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയാറുണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒബ്ജക്റ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ പഠിക്കേണ്ട ഊപ്പ് കോൺസെപ്റ്റ്, ഒബ്ജക്റ്റ്, ക്ലാസ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, മോഡുലാരിറ്റി, ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഡേറ്റ എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞൊരു ആ ഒരു ഹ്യൂജ് ടോപ്പിക്സുകളൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ. ഇമ്പോർട്ടന്റ് നല്ല കോൺസെപ്റ്റുകൾ. നെക്സ്റ്റ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റ സ്ട്രക്ചർ എന്താണെന്ന് ഡെഫിനിഷൻ പഠിച്ചിരിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും മിസ്സാക്കല്ലേ, നമുക്ക് ക്വസ്റ്റ്യൻസുകൾ വരുന്നതാണ്. അല്ലാതെ ഞാൻ സാറെ ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് പറയാൻ തെറ്റിദ്ധരിക്കല്ലേ. ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് നിങ്ങൾക്ക് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല, ടോപ്പിക്സുകൾ മനസ്സിലാതെ ഫിൽട്ടർ ചെയ്ത് തന്നേക്കുമെന്ന് മാത്രമേ കേട്ടോ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻസ്, DS-ന്റെ ക്ലാസിഫിക്കേഷൻസ് ഇല്ലേ, സിമ്പിൾ ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ഫുള്ള് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് DS-ന്റെ ഓപ്പറേഷൻ, ഡേറ്റ സ്ട്രക്ചർ ഓപ്പറേഷൻസുകൾ. ഓക്കെ, ട്രാവേഴ്സിങ്, സെർച്ചിങ്, ഇൻസർട്ടിങ്, ഡിലീറ്റിങ് അങ്ങനെയുള്ള ഓപ്പറേഷൻസിലുണ്ട്. പിന്നെ സ്റ്റാക്ക്, ക്യൂ എന്താണെന്ന് പഠിച്ചിരിക്കുക. അതിന്റെ ഇൻസർഷൻ, അതിന്റെ സ്റ്റാക്കിന്റെ പുഷ് പോപ്പ് അൽഗോരിതംസ്, ക്യൂവിന്റെ ഇൻസർട്ടിങ് ഡിലീഷൻ അൽഗോരിതംസ്. സർക്കുലർ ക്യൂ ആണെങ്കിൽ സർക്കുലർ ക്യൂവിന്റെ കോൺസെപ്റ്റ് വിത്ത് ഫിഗർ സഹിതം പഠിച്ചിരിക്കുക കേട്ടോ. ഫിഗർ സഹിതം വിത്ത് എക്സാമ്പിൾ, എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫിഗർ. ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്ന് പഠിച്ചിരിക്കുക. അതിന്റെ ഡിഫറെന്റ് ഓപ്പറേഷൻസ് പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വെബ് ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ ഓൺ ദി വെബ്, അത് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് വെബ് സെർവർ ടെക്നോളജീസ്, അത് പഠിക്കുക. സോഫ്റ്റ്വെയർ പോർട്സ്, സ്റ്റാറ്റിക് ഡൈനാമിക് വെബ് പേജ് ഡിഫറൻസ്, സ്ക്രിപ്റ്റ് ടൈപ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിന്റെ ഡിഫറൻസ്, അഥവാ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് നമുക്ക് പറയാനുണ്ട് കേട്ടോ. PHP എന്താണ് JSP, അങ്ങനെയുള്ള നമ്മുടെ ലാംഗ്വേജ്, ജാവ സ്ക്രിപ്റ്റ്, അതിന്റെയൊക്കെ സിമ്പിൾ ഡെഫിനിഷൻസ് ഉണ്ട്. ആ ഡെഫിനിഷൻസ് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ബേസിക് HTML സ്ട്രക്ചർ,
സ്ട്രക്ചർ ഓഫ് HTML ഡോക്യുമെന്റ് അത് പഠിക്കുക. പിന്നെ ടാഗ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ്, ടാഗ് എന്താണെന്ന് പഠിച്ചിരിക്കുക, ആട്രിബ്യൂട്ട് എന്ന് പഠിക്കുക. അപ്പൊ MD ടാഗ് ഉണ്ട്, കണ്ടന്റ് ടാഗ് ഒക്കെ ഉണ്ട് കേട്ടോ, അതിന്റെ ഡിഫറൻസ് പഠിച്ചിരിക്കുക. പിന്നെ നമ്മുടെ ഇതിനകത്തുള്ള ടാഗ്സുകളെല്ലാം ബോഡി ടാഗ് അതിന്റെ ആട്രിബ്യൂട്ട്സ്, ഫോണ്ട് ടാഗ് അതിന്റെ ആട്രിബ്യൂട്ട്സ്, ടെക്സ്റ്റ് ഫോർമാറ്റ് ടാഗ്സ് അതിന്റെ ആട്രിബ്യൂട്ട്സുകൾ, ടെക്സ്റ്റ് ഫോർമാറ്റ് ടാഗ്സുകൾ അത് പഠിച്ചിരിക്കുക. അപ്പൊ എല്ലാത്തിന്റെയും ആട്രിബ്യൂട്ട് യൂസ്, എല്ലാത്തിന്റെ ടാഗ് യൂസ് ആട്രിബ്യൂട്ട്സ് വിത്ത് എക്സാമ്പിൾ അത് പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വെബ് ഡിസൈനിങ് യൂസ് HTML, ലിസ്റ്റ് ഇൻ HTML, ഓർഡർ ലിസ്റ്റ്, അൺഓർഡർ ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്, ആ ടാഗുകൾ സാധ്യം എക്സാമ്പിൾസ് ആണ് പഠിച്ചിരിക്കുക. ഹൈപ്പർ ലിങ്ക്, എ ടാഗ്, ആങ്കർ ടാഗ് വെച്ച് ഇന്റേണൽ ലിങ്ക്, എക്സ്റ്റേണൽ ലിങ്ക്, ഇമെയിൽ ലിങ്ക്, പിന്നെ എന്താണ് മക്കളെ ഇമേജ്, ഗ്രാഫിക്കൽ ലിങ്ക് കേട്ടോ, അത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ടേബിൾ ടാഗിന്റെ യൂസ് പഠിച്ചിരിക്കുക. ഫ്രെയിം സെറ്റ് ടാഗ്, ഫ്രെയിം സെക്ഷൻ പഠിച്ചിരിക്കുക. ഫോം ടാഗ് അത് പഠിച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ജാവാസ്ക്രിപ്റ്റ് പഠിച്ചിരിക്കുക. സിൻടാക്സ് പഠിച്ചിരിക്കുക. കമ്പൈൻ HTML ആൻഡ് ജാവാസ്ക്രിപ്റ്റ്. പിന്നെ വാർ കീവേഡ് വെച്ചിട്ടുള്ള യൂസ് പഠിച്ചിരിക്കുക. ഫംഗ്ഷൻ, അതിന്റെ ജാവാസ്ക്രിപ്റ്റിന്റെ ഫംഗ്ഷൻ ഡെഫിനേഷൻ പഠിച്ചിരിക്കുക. ഓപ്പറേറ്റേഴ്സ്, ഇവന്റ് ഹാൻഡ്ലിംഗ്, കൺട്രോൾ സ്ട്രക്ചേഴ്സ്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്, ആക്സസിംഗ് വാല്യൂസ് ഇൻ എ ടെക്സ്റ്റ് ബോക്സ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്, അതിൽ കോർ ടോപ്പിക്സ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് 3 വേസിലാണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിനെ വെബ് പേജിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഹെഡ് സെക്ഷന് കൊടുക്കാൻ പറ്റും, ബോഡി സെക്ഷന് കൊടുക്കാൻ പറ്റും, എക്സ്റ്റേണൽ ഒരു ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾസ് ആദ്യം പഠിച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് വെബ് ഹോസ്റ്റിംഗ് എന്താ ഡെഫിനിഷൻ പഠിച്ചിരിക്കുക. ഓക്കെ, ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗ്, ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, VPS. നെക്സ്റ്റ് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഫ്രീ ഹോസ്റ്റിംഗ് എന്താണെന്ന് പഠിച്ചിരിക്കുക, അതിന്റെ ലിമിറ്റേഷൻസ്. പിന്നെ ഒരു ഹോസ്റ്റിംഗ് ബേസ് മേടിക്കുമ്പോൾ ഉള്ളൊരു ഫാക്ടേഴ്സുകൾ, FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ എന്നൊന്ന് പഠിച്ചിരിക്കുക. അതിന്റെ എക്സാമ്പിൾ ക്യൂട്ട് FTP, സ്മാർട്ട് FTP ഫയൽസിലെ എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ, അത് പഠിച്ചിരിക്കുക. CMS അഥവാ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് വിളിക്കും, അതിന്റെ യൂസ് പഠിച്ചിരിക്കുക. റെസ്പോൺസ് വെബ് ഡിസൈനിങ് എന്നാണ് പഠിച്ചിരിക്കുക. ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ അത് പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് DBMS അഥവാ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് വിളിക്കും. DBMSന്റെ ഡെഫിനിഷൻ പഠിച്ചിരിക്കുക. അഡ്വാൻറ്റേജ് ഓഫ് DBMS, കമ്പോണൻസ് ഓഫ് DBMS, ടൈപ്സ് ഓഫ് യൂസേഴ്സ്, ഡേറ്റ ഇൻഡിപെൻഡൻസ്, ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ടെർമിനോളജീസ് ഇൻ RDBMS, കീസ്, റിലേഷൻ ഓൾജിബ്ര, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക. ഓക്കെ, യെസ് കീസ്, ഓൾജിബ്ര, ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണേ. യെസ്, നെക്സ്റ്റ് നോക്കാം. SQL ഫീച്ചേഴ്സുകൾ, ഡെറിവേറ്റീവ്സ് ഇൻ SQL, പിന്നെ DDL, DML, DCL കമാൻഡ്സുകൾ, അഥവാ നമ്മുടെ സെലക്ട് കമാൻഡ്, അപ്ഡേറ്റ് കമാൻഡ്, ആ കമാൻഡ്സുകളും വിത്ത് എക്സാമ്പിൾ സൂട്ടബിൾ കമാൻഡ് എല്ലാം പഠിക്കുക കേട്ടോ. അതെല്ലാം ഞാൻ പറഞ്ഞേക്കോട്ടോ. ആ കൊറീസിന്റെ കമാൻഡ്സുകളെല്ലാം പഠിച്ചിരിക്കുക. പിന്നെ ഡിസ്റ്റിൻറ്റ് കീവേഡ് കേട്ടോ, ഡിസ്റ്റിൻറ്റ് കീവേഡിന്റെ യൂസ് പഠിച്ചിരിക്കുക, അത് പഠിച്ചിരിക്കുക. ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കുക. അതായത് കൊറീസ് ഫുള്ള് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസുകൾ, സമ്മ്, AVG, ആ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസുകളുണ്ട്, അത് പഠിച്ചിരിക്കുക. ഗ്രൂപ്പ് ബൈ ക്ലോസ്, ഹാവിംഗ് ക്ലോസ് അത് പഠിച്ചിരിക്കുക. വേറെ ക്ലോസും ഉണ്ട്, അത് സെലക്ട് കമാൻഡ് ഇപ്പോൾ യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് കൊറീസിന്റെ എക്സാമ്പിൾസ് കേട്ടോ, കുറേ എക്സാമ്പിൾസ് പഠിപ്പിച്ചിട്ടുണ്ട്, അത് പഠിച്ചിരിക്കുക. പിന്നെയാണ് PHP, ഇൻട്രൊഡക്ഷൻ ടു PHP, കമന്റ്സ്, ഡെറിവേറ്റീവ്സ് ഇൻ PHP, ഓപ്പറേറ്റേഴ്സ്, എക്കോ പ്രിന്റ് ഡിഫറൻസ്, അതാണ് എക്കോ പ്രിന്റ് ഡിഫറൻസ്. ഈ കാര്യങ്ങൾ വരെ ചാപ്റ്റർ പഠിച്ചിരിക്കുക കേട്ടോ, ഈ കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്താ മക്കളെ നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത്. സോ ഈ കാര്യങ്ങളൊക്കെ അഥവാ നമ്മൾ ക്രിസ്മസ് എക്സാമിന് പഠിക്കേണ്ട ഇത്രയും കണ്ടന്റ്സുകളാണ് കേട്ടോ. ഒരിക്കലും ഈ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ പോകരുത്. സോ നമുക്ക് കാണാം. അപ്പൊ ഇനി മെഗാ മാരത്തോൺ ലൈവ്സുകളൊക്കെ വരുന്നുണ്ട്, ഇനി ഫോളോയിങ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ലൈവ്സുകളും അറ്റൻഡ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ബൈ.